ചേട്ടാ, വിവാഹത്തിന് മുമ്പ് നീ ഗർഭിണിയായ വിവരം അച്ഛനെ രാധയെ അറിയിക്കണ്ടായിരുന്നു. അതെങ്ങനെ ആവേശം വരുമ്പോ നിന്റെ അച്ഛൻ അഭിമാനം മറക്കും. ഇതെന്തോന്ന് കാര്യം പറമ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത്ര മരമണ്ടൂസായി പോയല്ലോ. മരമണ്ടൂസോ? ഞാനോ? പിന്നല്ലാതെ. എന്റെ അച്ഛൻ ഒരു പടക്കം പൊട്ടിച്ചതല്ലേ, അത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ രാധേട്ടന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തി തന്നത്. നീ കല്യാണത്തിന് മുമ്പ് ഗർഭം ധരിക്കാനും മാത്രം വിട്ടിയൊന്നുമല്ല ഞാൻ. അതിനെ വേറെ ആളെ നോക്കണം. ചുമ്മാതല്ല ആളുകൾ നിന്റെ അച്ഛനെ ആനറാഞ്ചിന്ന് വിളിക്കുന്നത്. ഞാൻ ഉരുടി വെച്ചിരുന്നു കേട്ടോ. അയ്യോ, ഇപ്പൊ ഇടിക്കൊന്നും വേണ്ട. പിന്നെ കണ്ണു തുറന്നിട്ട് ആദ്യം എന്നെയാണ് നോക്കുക. അവിടെ നോക്കൂ. എന്റെ വിഷുക്കണി ഇവിടെയാണ്. നിന്റെ ഈ തുടുത്ത മുഖത്ത് സിന്ദൂരം, സ്വർണം, കുന്നപ്പൂക്കളെല്ലാം എനിക്കിവിടെ കാണാം. ആളിക്കുട്ടി, മാധവൻപിള്ള, വർഗീസ്, നാരായണി, കൃഷ്ണപ്രസാദ്, പുഷ്കൈ നൃത്തം എല്ലാവർക്കും ആയില്ലേ പപ്പുക്കുറുപ്പൻ? ഇവിടെ വന്നവർക്കൊക്കെ കൊടുത്തു, ബാക്കിയുള്ളവർക്ക് പിന്നെ കൊടുക്കാം. ശരി, നിങ്ങൾ ആരും ഇപ്പൊ പോകരുത്. നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ? ജോലിക്കാരുടെ മുമ്പ് വെച്ച് അച്ഛൻ താക്കോൽ എന്നെ ഏൽപ്പിക്കാൻ പോവാ. എന്റെ 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. എനിക്കാണെങ്കിൽ പ്രായം കൂടി വരും. ഇനി എല്ലാം നോക്കിക്കണ്ട് നടത്താനുള്ള ചുമതല ഞാൻ എന്റെ മകനെ ഏൽപ്പിക്കില്ല. നിങ്ങൾ ഇതുവരെ എന്നോട് കളിച്ച സഹകരണം എന്റെ മകനോടും ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്റെ മകനെയും സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ മണ്ണിന്റെ മകനാണ്, അധ്വാനത്തിന്റെ വില അറിയുന്നവൻ. എന്താണിത്? അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ഈ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തേണ്ടത് രാധാകൃഷ്ണനാണ്. ദയവ് ചെയ്ത് അങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഗോപി, എന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എന്റെ അഭിമാനം നിലനിന്ന് കാണണമെന്ന് നിനക്ക് മോഹമുണ്ടോ? എങ്കിൽ ഈ ചുമതല നീ തന്നെ ഏറ്റെടുക്കണം. പണിക്കരി സാറേ, എനിക്കൊരു സംശയം. നിങ്ങളുടെ മകൻ ഈ നിൽക്കുന്ന രാധാകൃഷ്ണനോ അതോ ഗോപിയോ? 2 പേരും എന്റെ മക്കളാണ്. സംബന്ധക്കാരനകത്ത്, സ്വന്തം മകൻ പുറത്ത്. ഇതെവിടത്തെ മര്യാദയെ? പ്രധാനമുള്ള സാറേ, ഈ കുടുംബത്തില് എന്തോ നടക്കണം എന്ന് പറയാനുള്ള അധികാരം ഒരൊറ്റയാക്കേ ഉള്ളൂ എന്റെ അംഗത്തിന്. കണ്ട് അണ്ടനും അഴകോടനും ഒന്നും കയറി അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടാ. ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശി നീയാണെന്ന് എനിക്കറിയാം. ഒരു കാര്യസ്ഥ നിലയിൽ മാത്രമാണ് ഈ താക്കോൽക്കൂട്ടം ഞാൻ കയ്യിൽ സൂക്ഷിക്കുന്നത്. നീ പോടാ തെണ്ടി. അച്ഛനെ കൈവണി അടിച്ച് എല്ലാം കൈക്കലാക്കി. എന്നിട്ട് പാവം ചമ്മെന്ന റോസ്കൻ. പിന്നെ ഈ രാജേന്ദ്ര പണിക്കരുടെ സ്വത്ത് വിറ്റ് എയർ കണ്ടീഷൻ തിയേറ്റർ ഉണ്ടാക്കാമെന്നുള്ളത് എന്റെ അമ്മായിയത്തിന്റെ മോഹം നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ അയാളോട് പറഞ്ഞേക്കാം. കേട്ടോ പ്രധാനമുള്ള സാറേ, നമുക്ക് ഒരു എയർ കണ്ടീഷൻഡ് തിയേറ്റർ ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്കൊരു ഹെയർ കട്ടിംഗ് തിയേറ്റർ ഉണ്ടാക്കണം. ഞാനെന്താ ഞാൻ അങ്ങനെ ഇങ്ങനെ പോകാൻ പോകുന്നില്ലടാ. കിട്ടാനോ കിട്ടിയിട്ടേ പോകുന്നുള്ളൂ. സ്വത്തുണ്ടായാൽ മാത്രം പോരാ, അനുഭവിക്കാൻ യോഗവും കൂടി വേണം. യോഗത്തിന് എന്ത് കുറവുണ്ടായി മോളെ? 1 ലക്ഷം പ്രഭു ഇരുന്ന് കുളിക്കുന്ന കണ്ടില്ലേ? ഒരു വാട്ടർ ടാങ്ക് കെട്ടി മോട്ടർ വെച്ചാ വെള്ളം ബെഡ്റൂമിൽ വരും. എന്തിനാ കൂടുതൽ പറയുന്നേ?
ഒരു നല്ല കക്കൂസ് പോലും ഇല്ലല്ലോ ഇവിടെ. ഞങ്ങൾ കൃഷിക്കാരാണ്, നാട്ടും വൃത്തുകാരാണ്. ഇങ്ങനെ കുളിക്കുന്നതാണ് എനിക്ക് സുഖം. ചാരത്തി കിടക്കുന്ന സുഖമെന്ന് നായികൾ പറയും. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ നായാകുമോ മോളെ? അച്ഛൻ എന്താ എന്നെ വിളിക്കേണ്ടത്? ഗോപി ഈ പാടത്തിലൊന്നും സമയമല്ലേ, നിന്നെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതി. അച്ഛനേക്കാൾ വലുതാണോ പാടവും പറമ്പും ഒക്കെ? പിന്നെ അവനിവിടുത്തെ കുടികിടപ്പുകാരന്റെ മകനാ. ഈ തേങ്ങ അവൻ അവകാശപ്പെട്ടതാ. ഈ അവകാശങ്ങളൊക്കെ ഒന്ന് നിർത്തണം. നീ തേങ്ങായും കൊണ്ട് പോടാ. എന്ത് വിലക്കാ തേങ്ങ വെക്കുന്നത്? പണ്ട് വിറ്റോണ്ടിരുന്ന അതേ വിലയ്ക്ക് തന്നെ ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നെ തണ്ട വിറ്റിരുന്നവരെ. എന്റെ തന്തയല്ല, തന്റെ തന്ന ചക്കൂന്നിക്കൊണ്ടിരുന്നപ്പോ എന്റെ തந்த തേങ്ങായും കൊണ്ടൊന്നില്ലയോ അതേ വിലയ്ക്ക് തന്നെ വിറ്റത്. ഇവനെപ്പോഴും എന്നെ ഇരുത്താൻ നോക്കുക കുഞ്ഞെ. ഇടുന്ന തേങ്ങയുടെ കണക്കുകളെല്ലാം കൃത്യമായ പുസ്തകത്തിൽ എഴുതുന്നുണ്ടോ? കള്ളക്കണക്ക് എനിക്ക് പരിചയമില്ല. ഇയാൾക്ക് നല്ല പരിചയമാ. സർക്കാരിനെ WDCR എഴുതി, സർക്കാരിനെയും മുനിസിപ്പാലിറ്റിയും കണക്കെഴുതി പറഞ്ഞാണല്ലോ. അങ്ങനെ കണ്ടക്ഷോഭം ചെയ്തടാ. ആ കരിക്കിന്റെ മകുടം പറ്റി ഇവന്നൊരു കരിക്കിട്ട് കുടിക്കാൻ ഇയാളുടെ ശുപാർശ വേണോ? അങ്ങനെ ഞാൻ കഴിച്ചിട്ട് വരാം. അവനെ കണ്ടപ്പോഴേ തോന്നി കരിക്കിരിക്കാൻ കൊണ്ട് കിടക്കുകയാണെന്ന്. എടാ ആ കുലവട്ടെ. കാർത്തിയാനി ഇത് 5ാമത്തെ ക്ലാസ്സാ. ഇഷ്ടം പോലെ കുടിച്ചോളൂ, പാല് ധാരാളമുണ്ട്. ആഹാ, ധാരാളമുണ്ടോ? ഒരു വശത്ത് ഭർത്താവിന്റെ വക, മറുവശത്ത് ഭാര്യയുടെ വക. അല്ലേ ഇങ്ങനെ ധൂർത്തടിച്ച് ഇത് എവിടെ പോയി നിൽക്കും? ചേട്ടത്തി, പശു പ്രസവിച്ചാൽ ഒരാഴ്ചത്തേക്ക് പാല് ജോലിക്കാർക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ പതിവാ. ആ പതിവൊക്കെ അങ്ങ് നിർത്തണം. എനിക്കും എന്റെ കൊച്ചുങ്ങൾക്കും അനുഭവിക്കാനുള്ള വക കണ്ടമാനം കളയാൻ പറ്റില്ല. പാല് കൊടുത്തല്ല തൽപ്പേരെ സമ്പാദിക്കേണ്ടത്. ചേച്ചി, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കല്യാണം കഴിച്ച പിറ്റേ ദിവസം ഇവിടെ നാട് കടത്തിയാനെ. അങ്ങനെയൊന്നും പറയില്ലേ ഗീതേ. എന്തായാലും അവരെന്റെ ചേട്ടത്തിയമ്മയാ. ഇങ്ങനെ ഒരു ചേട്ടത്തിയമ്മ ഇല്ലായിരിക്കാവുന്നേ നല്ലത്. രാധാകൃഷ്ണ പണിക്കർക്ക് ഒരു സമൻസ് ഉണ്ട്. ചേട്ടന് നേരെ ആര് കേസ് കൊടുക്കാനാ? 30,000 രൂപ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്. അയാളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ചേട്ടനിവിടെ ഇല്ല. കണ്ടില്ലേ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന പണി? ഇക്കണക്കിന് പോയാൽ അച്ഛനെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും. ഞങ്ങള് കാരണമല്ല നിന്റെ അച്ഛനെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യാതായത്. നിന്റെ ഭർത്താവ് കാരണമാ. എന്റെ ഭർത്താവ് നാട് മുഴുക്കം നടന്ന് കടം വാങ്ങിക്കുന്ന ആളല്ല. എന്റെ ചേട്ടനും അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ കൂടെ ചേർന്നതിന് ശേഷമാണ് ചേട്ടൻ അത് പഠിച്ചത്. കഴിവുള്ളവർ കടം മേടിക്കൂടി, സ്വത്ത് വിറ്റത് വീട്ടുകയും ചെയ്യും. എന്നിട്ട് എന്റെ തിരിച്ചു കൊടുക്കാഞ്ഞത്? എന്താ രാധിക ഇവിടെ? മുതലാളി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കണ്ട, മുതലാളി തന്നെയാ. ഒന്നുമില്ലേ ഓസിന് പണ്ടാരച്ചെമ്പലച്ചോറെന്തെന്ന് ജീവിക്കല്ലോ. അപ്പൊ ഞാൻ പണ്ടാരച്ചെമ്പിലെ ചാപ്പാടടിച്ച് കഴിയുന്നാണോ താൻ പറഞ്ഞത്? കുത്തി കൊടലിയാനെടുത്ത് കളയും. ഈ കുത്തും കത്തി കാണിച്ച് പണ്ടങ്ങാനും വല്ല പിള്ളേരെയും വരട്ടി കാണും. കൊല്ലക്കടി സൂചി വിൽക്കാൻ വരാതെ. ഒന്ന് എടുത്തു കുറിപ്പേ, എന്തൊരു ശല്യമാണിത്. ഞങ്ങൾ ആർക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല. ആദ്യം ഭാര്യയെ നേരെ നിർത്താൻ പഠിക്കും. അവർ നേരെയാണ് നിൽക്കുന്നത്. കൂടി നിർത്തേണ്ടത് നിങ്ങളതാ. എല്ലാരും കൂടെ കരുതിക്കൊട്ടി നമ്മളെ അവമാനിക്കുക. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി മോളെ. തെറ്റുപറ്റിയത് ഞങ്ങൾക്കാണ്. രാധികേ, കണ്ടില്ലേ അവളുടെ ഒരു ഭാവം? എന്റെ അച്ഛൻ കുറച്ച് രൂപ കടം വാങ്ങിച്ചു. എന്റെ ഭർത്താവ് അതിന് ജാമ്യം നിന്നു. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? വെറും 30,000 രൂപയ്ക്ക് വേണ്ടിയാ അവള് ഞങ്ങളുടെ തറവാടിനെ അവർ പറഞ്ഞത്. 30,000 രൂപയേ ഉള്ളോ? നിസാരം. ഇതിന് തറവാടിനെ പറയേണ്ട കാര്യമൊന്നുമില്ല. തന്തയ്ക്ക് വേണേ പറയാം. ഞങ്ങൾ പണം കാണാൻ നടക്കുന്ന തെണ്ടികളൊന്നുമല്ല. കണ്ണുപൂട്ടി കഴിയുന്നവരുമല്ല. കണ്ണുപൂട്ടി കഴിയുന്നത് അഭിമാനമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. രാധിക നിർത്താനാണ് പറഞ്ഞത്. വാണിനും വാണിത്യം കൂടെ ഒത്തുകളിയാ തെണ്ടികള്. എന്റെ ഭർത്താവിനെ തെണ്ടി തെണ്ടി എന്ന് വിളിച്ചത് ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി ആവർത്തിച്ചാൽ ഞാൻ ചൂല് കെട്ടി. നിന്നോട് സംസാരിക്കുന്നല്ലേ പറഞ്ഞത്? പോകപ്പുറത്ത് പോകാൻ. അല്ലെ വാദിക്കാണോ ശിക്ഷ? ഇവിടെ വാദിയുമില്ല, പ്രതിയുമില്ല. ഈ സമൻസ് വന്ന വിവരം അമ്മാവൻ അറിയരുത്. പണം കൊടുത്താൽ അയാൾ കേസ് പിൻവലിച്ചോളും. എന്റെ സ്ഥലം വിറ്റ് ഞാൻ 30,000 രൂപ നയിക്കാം. കുഞ്ഞിന്റെ ഭ്രാന്തുണ്ടോ? കടം വീട്ടണമെന്നില്ല. ആ 30,000 രൂപ ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്റെ കൊട്ടയൊക്കൊന്ന് ഭംഗിയാക്കി എടുക്കാം. അത് നിങ്ങൾ പഠിച്ച പാഠം. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് ഞാൻ പഠിച്ച പാഠം. അല്ലേ 30,000 രൂപ കടം വാങ്ങിച്ചെന്ന്. ആ രൂപ എവിടെ? 30,000 രൂപ എവിടെയെന്ന്? 3 ലക്ഷം രൂപ താനും കൂടെ തന്നു നോക്ക്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാനത് തീർത്തു തരാം. 30,000 രൂപ എനിക്ക് ഒരു മണിക്കൂർ കരുതിക്കില്ല. അയ്യോ, സാർ ഏതാണ്ട് റിസർവ് ബാങ്കിൽ വന്ന് ജനിക്കേണ്ടവനായിരുന്നല്ലോ. വെറുതെ ഇവിടെ ഒന്ന് ജനിപ്പിച്ചു കളഞ്ഞല്ലോ. രാധികെ, നീ എന്നോട് ക്ഷമിക്കും. അവരോടുള്ള വിരോധം ഞാൻ നിന്നോട് തീർത്തു. ഏതായാലും സമൻസ് വന്ന വിവരം അമ്മാവൻ അറിയരുത്. എന്റെ നിലം വിറ്റ് ഞാൻ പണം കൊടുക്കാൻ പോവുകയാണ്. അത് വേണ്ട.
എന്റെ പണ്ടങ്ങളെല്ലാം പണയം വെക്കാം. പണം കിട്ടുമ്പോൾ എടുത്താൽ മതിയല്ലോ. വേണ്ട വേണ്ട, അമ്മാവൻ അറിഞ്ഞാൽ. അച്ഛൻ അറിയില്ല. എന്തായാലും നിലം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര നാളിങ്ങനെ കഴിയും? കൊച്ചുമുതലാളിയുടെ ഭാര്യയാവുമെന്ന് എന്റെ ഒരു കഷ്ടകാലമേ. ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് ഈ വീട്ടിലില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ പോയി കെട്ടി തൂക്കി ചാവണം. നട്ടലില്ലാത്ത പുരുഷന്മാർ അങ്ങനെയാ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഷ്ടകാലത്തിന് ആ രാധിക കയറി പ്രസവിക്കുകയും കൂടി ചെയ്താണല്ലോ, പിന്നെ എന്റെ മരുമോൻ കൊട്ടയെ പോയി ടിക്കറ്റ് കയറിക്കൊണ്ടേച്ചാ മതി. കൊള്ളാം. ഒരു കൊച്ചുമോനും കൊണ്ടായ പിന്നെ പറയണ്ട, കിളവൻ ആ സ്വത്തെല്ലാം അതിന്റെ പേരിൽ എഴുതി വെക്കും. അല്ല, മറിച്ചും സംഭവിക്കാൻ പാടില്ലാതൊന്നുമില്ല. ആദ്യം നീയാണ് പ്രസവിക്കുന്നെങ്കിൽ കാറ്റ് മാറി വീശാൻ മേലാന്നുമില്ല. ആ കാര്യം ഞാൻ ഓർമ്മയിരിക്കണം. ഇവൾക്കാണോ കുറുമ്പേ കല്യാണം? ഈ ഏത്തവാഴയും പെമ്പിള്ളരും വളരുന്ന ഒരുപോലെ ആയിട്ട് ഇന്നലെയാന്ന് തോന്നുന്നു നമ്മുടെ വലിയ വരമ്പത്തൂടെ അവളിങ്ങനെ കൂമ്പാളെ കൊടുത്തുള്ളത്. എന്റെ മോള് ഗീതയും ഇവളും ഒരേ പ്രായമാണ്. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം? ചെമ്പ്രാന്റെ ഇഷ്ടം പോലെ എന്തുവാന്ന് വെച്ചാൽ കുഞ്ഞിന്റെ മനോധർമ്മം അനുസരിച്ച് കൊടുത്തിട്ടങ്ങ് കണക്കിലാണ് എഴുതിയേച്ചാൽ മതി. കുറുമ്പേ, ഇതാ 500 രൂപയുണ്ട്. കൊണ്ടുപോയി മകളുടെ വിവാഹം ഭംഗിയായി നടത്തിയട്ടെ. കൊച്ചമ്പ്രാന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. പോയി മോളുടെ കല്യാണം നടത്തിയാട്ടെ. പോയ കുറുപ്പേട്ട, ഇത് കണക്കിൽ എഴുതണ്ട. കണക്കിലെഴുതാൻ വലിയ കുഴപ്പമുണ്ടാക്കത്തില്ലേ? അമ്മാവൻ അറിയണ്ടെന്നേ. കൊലയിൽ പെണ്ണിന്റെ കല്യാണത്തിന് സമ്മാനം 500 രൂപ. അതും കണക്കിലെഴുതാം. ഈ കണക്കിലെഴുതാതെ എന്തുമാത്രം രൂപ വിഴുങ്ങുന്നെന്ന് ആർക്കറിയാം? ചേച്ചി എന്താ ഈ പറയുന്നത്? അദ്ദേഹത്തിന് അങ്ങനെ ആരുടെയും മുതലൊന്നും വേണ്ട. അയ്യോ, ആരുടെയും മുതല് വേണ്ടാത്ത ഹരിചന്ദ്രൻ 500 രൂപ കണക്കിൽ എഴുതണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ടാണോ എന്നോട് തർക്കിക്കുന്നത്? എന്താ ഇവിടെ? അച്ഛാ, അദ്ദേഹം കണക്കിലെഴുതാതെ ഇവിടുത്തെ രൂപയെടുത്ത് കണ്ടമാനം ചെലവാക്കുന്നു എന്ന് ചേട്ടത്തി പറയുന്നു. കണ്ടതാ പറഞ്ഞത്. ഗോപി, എന്താ അമ്മാവ? ആർക്കാ രൂപ കൊടുത്തത്? കുറുമ്പയ്ക്ക് എത്ര രൂപ കൊടുത്തു? 500 രൂപ കൊടുത്തു. കണക്കിൽ എഴുതിയോ? ഇല്ല. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇവിടുത്തെ കാശെടുത്ത് ചെലവാക്കുന്നത് ഞാൻ പറഞ്ഞത് കുറ്റമായി പോയി. അയ്യോ കുഞ്ഞ്, അത് ഈ കുടുംബത്തിലെ കാശൊന്നുമല്ല. കുടുംബേഹമൊക്കെ കല്യാണത്തിന് അദ്ദേഹം കാശ് കൊടുത്തത് സ്വന്തം കഴിയുന്ന. ഇവ കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കുന്നത് സ്വന്തം പേടത്തിൽ നിന്ന് തേങ്ങ വെട്ടി കിട്ടിക്കൊണ്ടിരുന്ന കാശിൽ നിന്നാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? മേലാൽ സത്യമറിയാതെ ഒരു അക്ഷരം സംസാരിച്ചു പോയത്. ഗോപി, എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ചെന്നുള്ള ശിക്ഷയാണോ ഇത്? മറ്റുള്ളവരുടെ നാവടയ്ക്കാൻ വേണ്ടി നീ വലിയ ത്യാഗം ഒന്നും ചെയ്യണ്ട. മോളെ, നീ ഇവിടെ വാ. നീയാണ് ഗോപിയെ നിയന്ത്രിക്കേണ്ടത്. നിനക്കും കുഞ്ഞുങ്ങൾക്കും കഴിയാനുള്ള വകയെടുത്ത് അവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നു. കടലിൽ കായം കലക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ കുറുപ്പേ, താൻ ഇങ്ങോട്ട് വരൂ. തന്നോട് ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കണം. വരൂ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും കേട്ടില്ല. എന്നാ കേക്കണ്ട, ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് തരാനുള്ള തന്നിട്ട് പോകും. പിന്നെ പാടത്ത് ആള് കൊണ്ട് എനിക്ക് പോണം. പോയിക്കൂടെ? ഞാൻ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. തന്നെ പിടിച്ചു വാങ്ങിക്കും. എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല. നിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. വാങ്ങി. അച്ഛൻ വിടുന്നു. കുറുപ്പേട്ട, കഴിഞ്ഞ പ്രാവശ്യം പാകാൻ കൊടുത്തത് 100 തേങ്ങയല്ലേ? ഇനിയിപ്പോ വലുതായിട്ട് കണക്കൊന്നും എഴുതേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്താ? നമ്മുടെ വേർത്ത് സമൂലം കണക്ക് എഴുതുന്നുണ്ട്. അതാരെ? നമ്മുടെ ആനറാഞ്ചി. ഇപ്പൊ കുഞ്ഞിന്റെ വെട്ടിമേനി കണ്ടുപിടിക്കാൻ ആശ്രമം. നല്ല കാര്യം. ഇവനെ റിട്ടേൺ അടിക്കും. അത് മക്കളെ അവിടെ പോവും. അതൊന്നും വേണ്ട കുറുപ്പേട്ട. ഈ മാട് എന്തുള്ളതാണെന്ന് അറിയാവോ? എന്തിനും ഉള്ളതാണെന്ന് എനിക്കറിയാം. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കഴിയാനായിട്ട് ഈ മാടം പോരായോ? ഞാനിവിടെ കാണിക്കുന്നത് ഒരുമയുണ്ടെങ്കിൽ ഒലക്കേ ഉറപ്പും കിടക്കാൻ ആ പഴംപുരാണം. അപ്പൊ ഞാൻ പോട്ടെ. കുറുപ്പേട്ട കൂടുന്നില്ലേ? എന്നെ ക്ഷണിക്കല്ലേ. ക്ഷണിച്ചാൽ ഞാൻ കയറി ഉണ്ണും. നിങ്ങൾക്ക് തികയാതെ വരും. അതുകൊണ്ട് ഞാൻ പോവാം. നിങ്ങൾ ഊണ് കഴിച്ചാൽ. പിന്നെ കുറുപ്പേട്ടൻ പറഞ്ഞത് നേരാ. ഞാൻ എന്നും ഉച്ചയ്ക്ക് എങ്ങോട്ട് പോരാ. എന്റെ പൊന്നെ, ഇത് നെല്ല് വിളയുന്ന പാടമാണ്. അതിനെന്താ? നമ്മൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ശൃംഗരിക്കുന്ന കണ്ടാലേ നെൽക്കതിര് പോലും നാണിച്ച് തല താഴ്ത്തിപ്പോ. പിന്നെ